നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസു ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. സസ്പെൻസിന്റെ സമ്മർദ്ദം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ക്ലൈമാക്സിലെ സസ്പെൻസ് വിടാതെ പോലീസ്. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ അറസ്റ്റ് വൈകാതെയെന്ന സൂചന. അന്വേഷണ പുരോഗതി വിലയിരുത്തി ആലുവ പോലീസ് ക്ലബ്ബിൽ ഐജിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. തെളിവുകളിൽ കൂടുതൽ വ്യക്തത തേടി വീണ്ടും ചോദ്യം ചെയ്യൽ 2 ദിവസത്തിനകം. അതിനിടെ സംഭവത്തിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നടിയുടെ വിവാഹം മുടക്കാനുള്ള ശ്രമമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള പദ്ധതി പൾസർ സുനിയുടേതെന്നും സംശയം. നടിയുടെ വിവാഹം മുടക്കുന്നതുകൊണ്ട് കൊട്ടേഷൻ നൽകിയ വ്യക്തിക്കുള്ള നേട്ടം അന്വേഷണത്തിൽ. സംഭവത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നതായി കരുതുന്ന ദിലീപിന്റെയും നാദർഷയുടെയും മൊഴികളിൽ പോലീസിനെ കുഴപ്പിച്ചത് വിവരങ്ങളിലെ വൈരുദ്ധ്യം. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യൽ 13 മണിക്കൂർ നീണ്ടതും ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനവും ഇതേ കാരണത്താൽ. ദിലീപും നാദർഷയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും സൂചന. അണിയറയിൽ ആരെല്ലാം. നടിയെ ആക്രമിച്ച കേസിൽ ശാസ്ത്രീയ തെളിവുകൾക്ക് സ്ഥിരീകരണമായതോടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക്. മുഖ്യപ്രതി പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി നീട്ടിയതോടെ ചോദ്യം ചെയ്യാൻ കൂടുതൽ സമയം ലഭിച്ചതിന്റെ ആശ്വാസത്തിൽ പോലീസ്. ദിലീപിനും നാദർഷയ്ക്കും പുറമെ കൃത്യത്തിൽ സിനിമാ മേഖലയിലെ കൂടുതൽ പേർക്ക് പങ്കുള്ളതായും നിഗമനം. കാക്കനാട് ജില്ലാ ജയിലിലെ CCTV ദൃശ്യങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പൾസർ സുനി നാദർഷയെയും അപ്പുണ്ണിയെയും ഒളിഞ്ഞിരുന്ന് വിളിക്കുന്നതടക്കം ലഭിച്ചത് കേസിൽ വഴിത്തിരിവാകുന്ന തെളിവുകൾ. ഉന്നതരുടെ പങ്കിൽ സ്ഥിരീകരണമായെങ്കിലും ഗൂഢാലോചന തെളിയിക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമത്തിൽ പോലീസ്. കേസിൽ താരങ്ങളുടെ പങ്കിന് കൂടുതൽ സ്ഥിരീകരണമായത് നാദർഷയ്ക്കും ദിലീപിനും തന്നെ ഉപേക്ഷിക്കാനാവില്ലെന്ന പൾസർ സുനിയുടെ വാദം സഹതടവുകാരൻ ജിൻസൺ കോടതിയെ അറിയിച്ചതോടെ. ദിലീപിന്റെ സഹായി അപ്പുണ്ണിയെ സുനി ജയിലിൽ വെച്ച് പലതവണ വിളിച്ചതിന് താൻ സാക്ഷിയായിട്ടുണ്ടെന്ന് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ജിൻസൺ. സ്വകാര്യത്തിലെ വിവാദം. നെഹ്റു ഗ്രൂപ്പ് ചെയർമാനുമായുള്ള കെ സുധാകരന്റെ രഹസ്യ കൂടിക്കാഴ്ച വിവാദത്തിലേക്ക്. നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി ജിഷ്ണു പ്രണോയുടെ കുടുംബം. കൃഷ്ണദാസിനൊപ്പം ചേർന്ന് സുധാകരൻ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. വ്യാജ ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയതിൽ സുധാകരന് പങ്കെന്നും കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുക്കണമെന്നും അമ്മ മഹിജ. ആരോപണത്തിന് പിന്നാലെ സുധാകരന്റെ നടപടിയിൽ വിശദീകരണവുമായി യൂത്ത് കോൺഗ്രസ്. മധ്യസ്ഥ ശ്രമം നടന്നത് നേതൃത്വം അറിയാതെ. കേസിൽ ഇടപെടരുതെന്ന് സുധാകരനെ അറിയിച്ചിരുന്നതായും കോൺഗ്രസ്. അതിനിടെ ജിഷ്ണു കേസ് CBIക്ക് വിട്ട സർക്കാർ. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. കൃഷ്ണദാസിനെതിരെ നിയമവിദ്യാർത്ഥി നൽകിയ പരാതി പിൻവലിക്കാൻ കെ സുധാകരൻ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയത് ഇന്നലെ രാത്രി. കേസുമായി മുന്നോട്ടു പോകുമെന്നും മൊഴിയിൽ മാറ്റമില്ലെന്നും ഷൗക്കത്ത് അലി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാനെതിരായ പരാതി നിയമവിദ്യാർത്ഥിയായ ഷഹീർ ഷൗക്കത്ത് അലിയെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന്. കൈകോർത്ത് മോദി. ഭീകരവാദത്തിനെതിരെ ആഹ്വാനവുമായി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനം. 3 ദിവസത്തെ ചരിത്ര സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ഊഷ്മള സ്വീകരണം. ഇസ്രയേലുകാർ ഇന്ത്യയെ സ്നേഹിക്കുന്നവരെന്നും നരേന്ദ്രമോദി മഹാനായ ലോക നേതാവെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കം. ഇസ്രയേലുമായി ആയുധം വാങ്ങാനുള്ള കരാറിൽ നരേന്ദ്രമോദി ഒപ്പുവയ്ക്കും. സൈബർ സുരക്ഷ, കൃഷി, ആരോഗ്യം, വാണിജ്യം, ഭീകരവിരുദ്ധ നീക്കങ്ങൾ എന്നിവയിൽ നയതന്ത്ര ചർച്ചകൾ നടക്കും. നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനവും ഇന്ന്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഐസു ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.